അപ്പം നമ്മൾ കുളിച്ച് പല്ലേച്ച് എന്നിട്ട് നമ്മൾ ബീച്ചിലോട്ട് സ്കേറ്റിംഗ് ഒക്കെ ഓട്ടാനായിട്ട് പോവാണ്. നമ്മൾ ബീച്ചിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇറങ്ങിയതിന് അപ്പം നമ്മളെ വണ്ടി പഞ്ചറായി. അപ്പോൾ ആ വണ്ടി പഞ്ചറായി എന്താന്നൊക്കെ കാണണ്ടേ, നിങ്ങൾ കണ്ടോളിട്ടാ. ഇതാണ് നമുക്ക് കിട്ടിയ പണി ഗൈസ്. ഇത് എല്ലാവരും ഉണ്ടപ്പം ഇത് നമ്മൾ ചില വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു ഇത്ര ഉണ്ടാവും, കുറച്ചായിട്ടും നമ്മളെ വീട് ആ മേലാണ്. അപ്പോൾ കുറച്ചിങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ കാക്കിന് എന്തോ സംശയം തോന്നി. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി നോക്കിയപ്പം ബാക്കിൽ ടയർ പഞ്ചറായി. അങ്ങനെയാണ് ഇത് ഉണ്ടായത് ഗൈസ്. ഒരു 8ന്റെ പണി തന്നെയാണ് നമുക്ക് കിട്ടിയ ഗൈസ്. ഒരു 7:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങിക്കണേ. 7:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങിക്കണേ. പിന്നെ ഇതാക്കിയത് എന്നിട്ട് ഇതൊക്കെ ശരിയാക്കിയിട്ട് 8 മണിക്കിട്ടാണ് നമ്മൾ 8 മണിക്ക് ഇറങ്ങിയിട്ട് 8:30 നമ്മൾ ബീച്ചിലെത്തിയത്. കാക്ക വെറുതെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും കാക്കാണ് കഷ്ടപ്പെട്ട് പണി എടുക്കണത്. അപ്പാണ് ഗൈസ് ഒക്കെ ചെയ്തത്. ആൻഡ് നമ്മളിതാണ് നമ്മൾ ഡാൻസ്. ഇപ്പം അറിയാലോ, ബ്ലോക്ക് മസ്റ്റാണല്ലോ, അറിയാലോ എന്നൊക്കെ. അങ്ങനെയാണ്. അപ്പം ഈ വീഡിയോ എന്നുവെച്ചാൽ ഈ വോയിസ് എടുക്കുമ്പോൾ നേരത്തെ കൊടുത്തത് വെച്ചാൽ വേറെ ദിവസമാണ്. ഇത് വേറെ ദിവസമാണ് കൊടുത്താൽ മടിയായിട്ട് കൊടുക്കാണ്ടെന്നാണ്. അപ്പോൾ വേറെ ദിവസമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഐഫ വലിയ മെയിനാക്കിയിട്ട് കുപ്പിയിലൊക്കെ വെള്ളം കുടിക്കുന്നു കേട്ടോ. പിന്നെ അത് പൊട്ടി ഗൈസ്. പിന്നെ ആ സ്ട്രോ വർക്കാവില്ല. ഞാൻ കുടിച്ച് വേറെ ആർക്കും കുടിച്ചിക്കണ്. പിന്നെ താത്ത ആർക്കും കുടിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പൊട്ടി. പിന്നെ മറ്റേനെ കൊണ്ട് ഞാൻ കുടിച്ചു മൊത്തം. അപ്പം നമ്മളിങ്ങോട്ട് വന്നെന്തിനാ അറിയോ, സ്കേറ്റിംഗ് ഓട്ടാനാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മളെ ചില കുറേ വീഡിയോ എടുക്കാണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ സ്കേറ്റിംഗ് ഓട്ടാണ് മസ്റ്റായിട്ട് വന്നത്. അപ്പോൾ പച്ച കളർ ഇതിൽ ബാഗിലുള്ളത് സ്കേറ്റിങ്, മറ്റേ ബാഗിലുള്ളതൊരു ഡ്രസ്സാണ് ഗൈസ്. പിന്നെ റോഡൊക്കെ ഇത്താത്ത നേരത്തെ സ്കേറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കണേ, പിന്നെ സ്കേറ്റിംഗ് എന്ന് പറയാം. അത് ഇതൊരു ശീലമായി. പിന്നെ താത്ത ഒരു സാധനം പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞോണ്ടേ ഇരിക്കും. ഈ അത്ര മോശമല്ല കേട്ടോ. ഞാനങ്ങനൊന്നും പറയല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ സ്കേറ്റിംഗ് കൊണ്ടുപോയ സ്ഥലത്ത് എത്തിക്കണേ. ഇനി നമ്മൾ സ്കേറ്റിംഗ് ഇടാണ് ഗൈസ്. പിങ്ക് ഉണ്ടത്, റെഡ് ബ്ലാക്ക് ഐഫുണ്ട്. രണ്ടും ഉണ്ട് തന്നെയാണ്. ഈ സ്കേറ്റിംഗ് എനിക്കാരും പഠിപ്പിച്ചത്. ഞാൻ ഇവിടെ സ്കൂളിലാണ് സ്കേറ്റിംഗ് പഠിപ്പിക്കണേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ആരും പഠിപ്പിച്ചു തരാനില്ല. അപ്പോൾ ഐഫാണ് ഗൈസിനെ പഠിപ്പിച്ചത്. അപ്പോൾ എനിക്ക് ഓടിച്ചില്ല ഗൈസ്. എനിക്കൊരു ടൈം ഇട്ടില്ല ഓടിക്കാൻ. ഐഫ എന്താണോ ഓടിക്കുമ്പോൾ ബുദ്ധിമുല്ല മക്കളെ. ഞാനിങ്ങനെ മെല്ലെ ഓടിക്കാണ്. അവിടെ ഫുള്ള് വെള്ളമാണ്. വെള്ളം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ നല്ല വെയിലുണ്ട്. പൊരി വെള്ളത്തത് ഇങ്ങനെ ആക്കണത്. പിന്നെ മഴ പെയ്ത ഇത് വെള്ളം ഉണ്ടാവൂലേ. ഈ കണ്ടീനോ മഴ പെയ്യണത്? അല്ല, രാത്രി മഴ പെയ്യൂലേ. എപ്പോ മഴയൊന്നും പെയ്തിട്ടില്ല. പൊരി വെയിലത്ത് ഇങ്ങനെ മഴ പെയ്യാണ്ടോ. രാത്രി 3 മണിക്കൊക്കെ പെയ്യൂലേ. അങ്ങനെ സ്കേറ്റിംഗ് ഇതുപോലെ പറയാറില്ല. സ്കേറ്റിംഗ് ഓടിച്ച് മടുത്ത് സ്കേറ്റിംഗ് ഓടിച്ച് മടുത്ത് നമ്മൾ ഇതൊക്കെ കളിക്കാൻ പോയാണ് ഗൈസ്. ഫസ്റ്റ് നമ്മൾ ഈ സാധനത്തിലാണ് വെച്ചാൽ ഇങ്ങനെ വട്ടത്തിലുള്ള സാധനത്തിലാണ് ഫസ്റ്റ് പോയത്. ഫസ്റ്റ് ഐഫ് വന്ന് പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെയാണ് അങ്ങനെ ഗൈസ്. അവിടെ വന്നിട്ട് ചൂടുണ്ട്. പിന്നെ ഊഞ്ഞാലാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഊഞ്ഞാലാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ കുറേ ഊഞ്ഞാലാടിയിട്ട് പകുതിക്ക് എനിക്ക് തലവേദന എടുക്കുന്ന ഗൈസ്. കാക്കൊക്കെ ഇത് ഇപ്പാട്ടോ ഇപ്പം രണ്ടാളിങ്ങനെ ഒരുമിച്ച് കാറ്റ് മാത്രമേ പോകണില്ല. ഇങ്ങനെ ഇതിന് വെച്ചാൽ ഉന്തുമ്പോൾ സ്പീഡില്ല. ഇങ്ങനെ അറിയാം, സ്പീഡില്ല, അങ്ങനെയാണ്. ഞാൻ ഇതിലാണ്ടി തരാം. പക്ഷെ ഫീന്ന് പറഞ്ഞിട്ട് പക്ഷെ സ്പീഡ് ഉണ്ടാവില്ല. ഒരാൾക്ക് ഉന്തി വരുമ്പോൾ സ്പീഡ് ഉണ്ടാവും. പക്ഷെ രണ്ടാൾക്ക് കൂടി ഉന്തി വരുമ്പോൾ ഫീ പറഞ്ഞിട്ട് സ്പീഡ് ഉണ്ടാവും. അതിൻ്റെ ഇപ്പം 2 കൈയും കൂടി എടുത്തിട്ട് ഇങ്ങനെ മുട്ടിട്ടാണ്. പിന്നെ കാക്കിൻ്റെ സ്പീഡാണ് സ്പീഡ്. ഇതാണ് നമ്മളെ അഡ്വഞ്ചറസ്. ഞാൻ പകുതികളിൽ കയറി ഇറങ്ങിട്ടോ. എനിക്ക് ഈ പകുതി വെച്ചാൽ ഇവിടെ വരെ കയറാൻ അറിയാം. എന്നുവെച്ചാൽ ആ ലൈൻ വരെ ഇല്ല, അവിടെ വരെ കയറാൻ അറിയാം. ബാക്കി അങ്ങോട്ട് എനിക്ക് പേടിയാണ്, കൊണ്ട് ഞാൻ കയറില്ല. എനിക്ക് പിന്നെ മേലോട്ട് കയറുമ്പോൾ ഞാൻ പോകുമോ ഇങ്ങനാണ് അതാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കൊണ്ട് ഞാൻ പിന്നെ ഇറങ്ങി. ഇതുണ്ടല്ലോ കാക്ക നമ്മളെ കറക്കിയിട്ട് പോയതിൻ്റെ വീഡിയോ എടുത്താണ്. ഇതിങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ വിട്ട്
പോണ പോലെ ഇങ്ങനെ ഒരു ഫീൽ കേട്ടോ. എനിക്കില്ലേനോ. പിന്നെ നമ്മള് സീസോ ആടി. സീസോ ആടിയല്ല, സീസോ ഇരുന്നിട്ട് ഓക്കെ. എനിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നല്ലോ കേട്ടോ. ഓൾക്ക് മന്താ വയ്യാത്തവളാണ്. അയ്യോ, തീരെ വെയിറ്റ് ഇല്ലാത്തൊരു കുട്ടി തന്നെ. ഞാൻ എത്ര വെയിറ്റ് കൊടുത്തത്. ഇത് താത്ത ഇങ്ങനെ പൊന്തണില്ല. ഞാൻ കുറേ ഇങ്ങനെ വെയിറ്റ് കൊടുത്ത് ലാസ്റ്റ് കാക്ക എൻ്റെ ഇത് ഇപ്പോൾ ബാക്കിലിരുന്നു. അങ്ങനാണ്. എന്തെങ്കിലും തിന്നണം, എന്നാലും എന്തെങ്കിലും വെയിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ അടുത്ത നമ്മളിങ്ങനെ ചായ കുടിക്കാൻ പോയി. അവിടെ ആകെ 1-2 എൻ്റെ കട തുറന്നത്. അങ്ങനെ ചായക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോവാൻ നിൽക്കുകയാണ് ഗൈസ്. ഇപ്പം വണ്ടി എടുക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഇന്ന് ഇത്ര ഉള്ളപ്പോൾ